ഹലോ ഫ്രണ്ട്സ്, ഉജ്ജൽ പി എസ് സി കോച്ചിങ്ങിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വനിതാ ദിനവുമായി ബന്ധപ്പെടുത്തിയിട്ട് പി എസ് സി പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങളാണ്. മാർച്ച് 8 നിങ്ങൾക്കറിയാം, അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ടാണ് മാർച്ച് 8 ആചരിക്കുന്നത്. അതുപോലെ തന്നെ ഫെബ്രുവരി 13 ദേശീയ വനിതാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ദിനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരാണെന്നാണ്. നിങ്ങൾക്കറിയാം, ദേശീയ വനിതാ കമ്മീഷനാണ് ദേശീയ തലത്തിലുള്ള എല്ലാ ഇഷ്യൂസിനും പരിഹാരം കണ്ടെത്തുന്നത്. അപ്പോൾ ഈ ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷയാണ് ജയന്തി പട്നായിക്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ജയന്തി പട്നായിക് ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ. ദേശീയ വനിതാ കമ്മീഷൻ രൂപം കൊണ്ട വർഷം ഓർത്തിരിക്കുക. 1992 ദേശീയ വനിതാ കമ്മീഷൻ രൂപം കൊണ്ടത്. പക്ഷെ അതേസമയം കേരളത്തിലാണെങ്കിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ 1996 രൂപം കൊണ്ടത്. ഈ 2 വർഷവും ഓർത്തിരിക്കുക. സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപം കൊണ്ടത് ഏത് ഇയറിലാണെന്ന് ഒരുപാട് തവണ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, ഏത് ദേശീയ നേതാവിന്റെ ജന്മദിനമാണ് ഇന്ത്യയിലെ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്? ഇന്ത്യയിലെ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. സരോജിനി നായിഡുവിന്റെ ജന്മദിനം ഫെബ്രുവരി 13 ഫെബ്രുവരി 13 ഇന്ത്യയിലെ ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. സരോജിനി നായിഡു ജനിച്ച വർഷം കൂടി ഓർത്തിരിക്കുക. 1979 സരോജിനി നായിഡു ജനിച്ചിട്ടുള്ളത്. സരോജിനി നായിഡുവിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ള പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആദ്യമായിട്ട് INCയുടെ പ്രസിഡന്റ് ആകുന്ന ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. അത് 1925 1925 കാൺപൂർ സമ്മേളനത്തിലായിരുന്നു സരോജിനി നായിഡു INCയുടെ ആദ്യത്തെ ഇന്ത്യൻ വനിതാ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യം, ദേശീയ മാതൃസുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണെന്നാണ്. ദേശീയ മാതൃസുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 11 ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഏപ്രിൽ 11 ദേശീയ മാതൃസുരക്ഷാ ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത്. ഇത് ആചരിക്കാനുള്ള ഒരു കാരണമുണ്ട്. കസ്തൂർബ ഗാന്ധിയുടെ സ്മരണ ദിനമാണ് ഏപ്രിൽ 11. അപ്പോൾ കസ്തൂർബ ഗാന്ധിയുടെ സ്മരണ ദിനമായിട്ടുള്ള ഏപ്രിൽ 11 ദേശീയ മാതൃസുരക്ഷാ ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത്. നാലാമത്തെ ചോദ്യം, വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങൾ ഉപയോഗിക്കുന്ന നിറം ഏതാണെന്നാണ്. വനിതകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങൾ ഉപയോഗിക്കുന്ന നിറമാണ് പിങ്ക് നിറമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പിങ്ക് നിറമാണ് വനിതാ ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിറം. അഞ്ചാമത്തെ ചോദ്യം, ഏത് വർഷമാണ് ഐക്യരാഷ്ട്ര സംഘടന വനിതാ വർഷമായിട്ട് ആചരിച്ചത്? ഐക്യരാഷ്ട്ര സംഘടന വനിതാ വർഷമായിട്ട് ആചരിച്ചത് 1975 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 75 ഐക്യരാഷ്ട്ര സംഘടന വനിതാ വർഷമായിട്ട് ആചരിച്ചത്. ഇത്തരത്തിലെ ഐക്യരാഷ്ട്ര സംഘടന പ്രധാനപ്പെട്ട തീമുകൾ വെച്ച് ഓരോ വർഷങ്ങളും ആചരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട തീമുകളും വർഷങ്ങളും ഓർത്തിരിക്കുക. വനിതാ വർഷം 1975. ആറാമത്തെ ചോദ്യം, കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആരാണെന്നാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷയായിരുന്നത് സുഗതകുമാരിയായിരുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം. സുഗതകുമാരിയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപം കൊണ്ടത് 1996 ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ഏഴാമത്തെ ചോദ്യം, വനിതകൾക്ക് ആദ്യമായിട്ട് വോട്ടവകാശം അനുവദിച്ച രാജ്യം ഏതാണെന്നാണ്. ആദ്യമായിട്ട് ഒരു ലോകരാജ്യം വനിതകൾക്ക് വോട്ടവകാശം അനുവദിച്ചത് ന്യൂസിലാൻഡ് ആയിരുന്നു. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ന്യൂസിലാൻഡ് ഒരു കോമൺവെൽത്ത് രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം മറ്റൊരു രീതിയിലും ചോദിക്കാറുണ്ട്. ആദ്യമായിട്ട് വനിതകൾക്ക് വോട്ടവകാശം അനുവദിച്ച കോമൺവെൽത്ത് രാജ്യം ഏതാണെന്നും ചോദിക്കാറുണ്ട്. അതിൻ്റെ ഉത്തരവും ന്യൂസിലാൻഡ് തന്നെയാണ്. എട്ടാമത്തെ ചോദ്യം, UN വുമണിൻ്റെ ആസ്ഥാനം എവിടെയാണെന്നാണ്. UN വുമൺ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ അണ്ടറിലാണ് UN വുമൺ വരുന്നത്. UN വുമണിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കിലാണ്. അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് UN വുമണിൻ്റെ ആസ്ഥാനം. ഒമ്പതാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണെന്നാണ്. ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് സരിമാവോ ഭണ്ഡാരനായിക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സരിമാവോ ഭണ്ഡാരനായികയാണ് ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി. സരിമാവോ ഭണ്ഡാരനായിക ശ്രീലങ്കക്കാരിയാണ്. ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. പത്താമത്തെ ചോദ്യം, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത ആരാണെന്നാണ്. ലോകത്ത് ആദ്യമായിട്ട് ബഹിരാകാശ യാത്ര നടത്തിയ വനിതയാണ് വാലന്റീന തെരഷ്കോവ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വാലന്റീന തെരഷ്കോവയാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ വനിത. ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ട് ബഹിരാകാശ യാത്ര നടത്തിയ വനിതയാണ് കൽപ്പന ചൗള. ആദ്യത്തെ ഇന്ത്യൻ വനിത കൽപ്പന ചൗളയാണ്. കൽപ്പന ചൗള നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കൊളംബിയ എന്നുള്ള ബഹിരാകാശ പേടകത്തിലെ അപകടം മൂലമാണ് കൽപ്പന ചൗള മരണപ്പെട്ടത്. ബഹിരാകാശത്തേക്ക് വിനോദയാത്ര നടത്തിയ ആദ്യത്തെ വനിതയാണ് അനൗഷ അൻസാരി. ഈ 3 ചോദ്യങ്ങളും PSCയുടെ സ്ഥിരം ചോദ്യങ്ങളാണ്, ഓർത്തിരിക്കുക. 11ാമത്തെ ചോദ്യം,
ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി പ്രസിഡന്റായ ആദ്യ വനിത ആരാണെന്നാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒരു ബോഡിയാണ് UN ജനറൽ അസംബ്ലി എന്നുള്ളത്. UN ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റായ ആദ്യ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. ആദ്യ ഇന്ത്യൻ വനിതയും ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു വനിത UN ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ് ആകുന്നത്. അത് വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. നെഹ്റുവിന്റെ സിസ്റ്ററാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. 12ാമത്തെ ചോദ്യം, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ആരാണെന്നാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വനിതയാണ് മീരാബായി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മീരാബായി ആണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വനിത. മദർ തെരേസയാണ് ആദ്യമായിട്ട് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ വനിത. അതുപോലെ തന്നെ ഭാരത് രത്ന ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ഇന്ദിരാഗാന്ധി. 13ാമത്തെ ചോദ്യം, ദേശീയ ബാലികാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്. ദേശീയ ബാലികാ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 24 ഓപ്ഷൻ ബി ആണ് ഉത്തരം. ജനുവരി 24 ദേശീയ ബാലികാ ദിനമായിട്ട് ആചരിക്കുന്നത്. ജനുവരി 23 ദേശപ്രേം ദിവസമാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിവസമാണ് ജനുവരി 23 ദേശപ്രേം ദിവസ്. അതുപോലെ തന്നെ ജനുവരി 24 ദേശീയ ബാലികാ ദിനമാണ്. വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള 4 ദിനങ്ങളായി പഠിക്കുന്നു. ഏപ്രിൽ 11 മാതൃസുരക്ഷാ ദിനമാണ്. ഫെബ്രുവരി 13 ദേശീയ വനിതാ ദിനം. അതുപോലെ തന്നെ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. ജനുവരി 24 ദേശീയ ബാലികാ ദിനം. അപ്പോൾ ഈ 4 ദിനങ്ങളും പ്രത്യേകം ഓർത്തിരിക്കുക. 14ാമത്തെ ചോദ്യം, സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണെന്നാണ്. PSCയുടെ ഒരുപാട് വർഷങ്ങളായിട്ട് PSC സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു എവർഗ്രീൻ ചോദ്യമാണിത്. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1961. 1961 സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പോഴും സ്ത്രീധനം വളരെ സുലഭമായിട്ട് നൽകി വരുന്നുണ്ട്. അപ്പോൾ ഈ ആക്ട് നിലവിൽ വന്ന വർഷം ഓർത്തിരിക്കുക 1961. മാത്രമല്ല ഈ ആക്റ്റാണ് ഒരു ജോയിൻറ്റ് സിറ്റിംഗ്, പാർലമെൻറ്റിൻ്റെ ജോയിൻറ്റ് സിറ്റിംഗ് വഴി ആർട്ടിക്കിൾ 108 ജോയിൻറ്റ് സിറ്റിംഗ് പറയുന്നത്. ആ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ വരും. ആർട്ടിക്കിൾ 108 പ്രകാരമുള്ള ജോയിൻറ്റ് സിറ്റിംഗ് വഴി നിലവിൽ വന്ന ഒരു നിയമമാണ് സ്ത്രീധന നിരോധന നിയമം. ഇതുവരെ 3 നിയമങ്ങളാണ് അങ്ങനെ നിലവിൽ വന്നിട്ടുള്ളത്. ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. പോട്ട ആക്ട് പോലെയുള്ള നിയമങ്ങളാണ് ഇതുവരെ ജോയിൻറ്റ് സിറ്റിംഗ് വഴി നിലവിൽ വന്നിട്ടുള്ളത്. ജോയിൻറ്റ് സിറ്റിംഗ് വരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 108. 15ാമത്തെ ചോദ്യം, ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണെന്നാണ്. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2005. ഈ 2005 ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ട് 2005 നിലവിൽ വന്നിട്ടുണ്ട്. വിവരാവകാശ നിയമം പോലെയുള്ള ആക്ടുകൾ നിലവിൽ വന്നത് 2005. അതുപോലെ തന്നെ ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നതും 2005 തന്നെയാണ്. ഡൊമസ്റ്റിക് വയലൻസ് പ്രൊഹിബിഷൻ ആക്ട് എന്നാണ് ഗാർഹിക പീഡന നിരോധന നിയമം ഇംഗ്ലീഷിൽ വിളിക്കുന്നത്. 16ാമത്തെ ചോദ്യം, ലോകസുന്ദരിയായ ആദ്യ ഇന്ത്യക്കാരി ആരാണെന്നാണ്. ലോകസുന്ദരിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് റീത്ത ഫാരിയ. റീത്ത ഫാരിയാണ് ആദ്യത്തെ ലോകസുന്ദരി. അതേസമയം മിസ് യൂണിവേഴ്സ് ആണെങ്കിൽ മിസ് യൂണിവേഴ്സായിട്ട് തിരഞ്ഞെടുത്ത ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് സുസ്മിത സെൻ. സുസ്മിത സെനാണ് മിസ് യൂണിവേഴ്സ് ആയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരി. ലോകസുന്ദരിയാണ് റീത്ത ഫാരിയ. ഐശ്വര്യ റായും പ്രിയങ്ക ചോപ്ര ഇവരെല്ലാവരും തന്നെ ലോകസുന്ദരിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരികളാണ്. 17ാമത്തെ ചോദ്യം, കേരള പോലീസ് ആരംഭിച്ചിട്ടുള്ള പിങ്ക് പോലീസ് പെട്രോളിങ്ങിൻ്റെ ടോൾ ഫ്രീ നമ്പർ എത്രയാണെന്നാണ്. കേരള പോലീസിൻ്റെ പിങ്ക് പോലീസ് പെട്രോളിങ്ങിൻ്റെ ടോൾ ഫ്രീ നമ്പറാണ് 1515 എന്നുള്ളതാണ് പിങ്ക് പോലീസ് പെട്രോളിങ്ങിൻ്റെ ടോൾ ഫ്രീ നമ്പർ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോൾ ഫ്രീ നമ്പറാണ് 181 എന്ന് പറയുന്നത് മിത്രയാണ്. മിത്ര 181 ആണ്. ഇതും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളൊരു ടോൾ ഫ്രീ നമ്പറാണ് മിത്ര 181. 112 യൂണിവേഴ്സൽ എമർജൻസി നമ്പർ. 18ാമത്തെ ചോദ്യം, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണെന്നാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 39ാമത് ആർട്ടിക്കിളിലാണ്. ഓപ്ഷൻ ബി 39ാമത് ആർട്ടിക്കിളിലാണ് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് പ്രസ്താവിക്കുന്നത്. ആർട്ടിക്കിൾ 39 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിലാണ് വരുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഫോർ സ്റ്റേറ്റ് പോളിസി DPSPയിലാണ് ആർട്ടിക്കിൾ 39 വരുന്നത്. അതിലാണ് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിൾ ഉള്ളത്. 19ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഉരുക്കു വനിത എന്ന് അറിയപ്പെടുന്നത് ആരാണ്. ഇന്ത്യയുടെ ഉരുക്കു വനിത എന്ന് വിളിക്കുന്നത് ഇന്ദിരാഗാന്ധിയെയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ഉരുക്കു വനിത. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട വർഷം നിങ്ങൾക്കറിയാം 1984 ഒക്ടോബർ 31. 20ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സുപ്രീം കോടതി ജഡ്ജി ആരാണെന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സുപ്രീം കോടതി ജഡ്ജി ഫാത്തിമ ബീവിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഫാത്തിമ ബീവി കേരള ഹൈക്കോടതിയിലും ജഡ്ജിയായിരുന്നു. പിന്നീടാണ് സുപ്രീം കോടതിയുടെ ജഡ്ജിയായിട്ട് പ്രൊമോഷൻ കിട്ടിയത്. ഫാത്തിമ ബീവിയാണ് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ ഇന്ത്യൻ വനിത.
ലൈല സേത്താണ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിത. ഓപ്ഷൻ എ ലൈല സേത്ത്. അതുപോലെ തന്നെ അന്ന ചാണ്ടി ഒരു മലയാളി വനിതയാണ്. കേരള ഹൈക്കോടതിയിലെ ജഡ്ജായിരുന്നു അന്ന ചാണ്ടി. മാത്രമല്ല ആദ്യമായിട്ടൊരു ഹൈക്കോടതിയുടെ ജഡ്ജാകുന്ന ഇന്ത്യൻ വനിതയാണ് അന്ന ചാണ്ടി. ഈ 4 ഓപ്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻ ഡി ഓമനക്കുഞ്ഞമ്മയാണ് ആദ്യമായിട്ട് മജിസ്ട്രേറ്റ് ആകുന്ന ഒരു ഇന്ത്യൻ വനിത. അപ്പോൾ 4 പേരുടെയും പേര് പ്രത്യേകം ഓർത്തിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫാത്തിമ ബീവി തന്നെയാണ്. പിന്നെ അന്ന ചാണ്ടിയും. ഇതും PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ 20 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. എല്ലാ ചോദ്യങ്ങളും തന്നെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഈ ചോദ്യങ്ങളിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. നിങ്ങൾ PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കിതാ ഒരു സന്തോഷ വാർത്ത. ലക്ഷ്യ, ടാലന്റ്, PSC ത്രില്ലർ, പ്രൈം തുടങ്ങി എല്ലാ പബ്ലിക്കേഷൻസിന്റെയും പുസ്തകങ്ങൾ ഇപ്പോൾ വീട്ടിലിരുന്ന് തന്നെ ഓർഡർ ചെയ്യാം. ujwalcart.com-ലൂടെ എല്ലാ പുസ്തകങ്ങൾക്കും 30% മുതൽ 70% വരെ ഡിസ്കൗണ്ടും ഹോം ഡെലിവറി, ക്യാഷ് ഓൺ ഡെലിവറി സൗകര്യങ്ങളും. കേരളത്തിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് PSC ബുക്ക് ഷോറൂം നിങ്ങളുടെ വിരൽ തുമ്പിൽ. വിസിറ്റ് www.ujwalcart.com.